പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 106 47 വചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുകയാണ്: അവിടുത്തെ പരിശുദ്ധ നാമത്തിന് ആരാധന അർപ്പിക്കുന്നതിനും അവിടുത്തെ നാമത്തെ സ്തുതിക്കുന്നതിൽ അഭിമാനം കൊള്ളുവാനും ഞങ്ങൾക്കിടയാകട്ടെ. അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവാൻ, ആരാധന അർപ്പിക്കുവാനും അവിടുത്തെ നാമത്തെ സ്തുതിക്കുന്നതിൽ അഭിമാനിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുന്നത് അഭിമാനമുള്ള കാര്യമാണ് എന്ന് സങ്കീർത്തകൻ ഈ രാത്രിയിൽ നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സ്തുതി ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നത് ഷാലോമിൻ്റെ ഔട്ട്റീച്ച് മിനിസ്ട്രികൾ, ഷാലോം ധ്യാനങ്ങൾ, ഫെസ്റ്റിവലുകൾ, ഈ ശുശ്രൂഷയിലൊക്കെ പ്രധാന വചന ശുശ്രൂഷ നടത്തുന്ന ബ്രദർ OM പ്രകാശാണ്. സഹോദരനോട് ചേർന്ന് വലിയ അഭിമാനത്തോടെ, സന്തോഷത്തോടെ കർത്താവിൻ്റെ നാമത്തിന് നമുക്ക് മഹത്വം നൽകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങളുയർത്തി സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശിക്കൊണ്ട് സന്തോഷത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിറഞ്ഞ മനസ്സോടെ ഉച്ചത്തിൽ ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ സൃഷ്ടാവിനെ സ്നേഹിച്ചുകൊണ്ട് നമുക്കൊരു ഹല്ലേലൂയ കരങ്ങൾ വീശിക്കൊണ്ട് പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഈ അടുത്ത ദിവസം ഫോണിലൂടെ 19 വയസ്സ് പ്രായമുള്ള വിദേശത്ത് ജോലി ചെയ്യുന്നൊരു പെൺകുട്ടിയുമായിട്ട് സംസാരിക്കാനിടയായി. ഒരുപാട് തകർന്ന ജീവിതത്തിൻ്റെ ഉടമയായ ആ പെൺകുട്ടിയോട് ഞാൻ പറഞ്ഞു, നിൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചകളെ ഓർത്തുകൊണ്ട് നീ ദൈവത്തിന് നന്ദി പറയുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക. അവൾ എന്നോട് ഇപ്രകാരം മറുപടി പറഞ്ഞു: എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചകളെ ഓർത്ത് ഞാനിങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അതിനല്ലേ ദൈവം ബുദ്ധി നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ മനുഷ്യർ ചിന്തിക്കുന്ന അങ്ങനെയാണ്. എന്നാൽ ഒരു ദൈവ പൈതൽ ദൈവത്തിൻ്റെ വെളിച്ചം തൻ്റെ ജീവിതത്തിലേക്ക് കിട്ടിക്കഴിയുമ്പോൾ വലിയ ഒരു സത്യം തിരിച്ചറിയും. എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ മനുഷ്യനെ അങ്ങ് വലയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും, ദൈവമേ എന്ത് ചെയ്യുമെനി, തകർന്നു പോയി. പ്രിയ ദൈവമക്കളെ, ഒന്നേ നമുക്ക് ചെയ്യാനുള്ളൂ, അവൻ്റെ സന്നിധിയിൽ ശാന്തമായിരുന്ന് അവനെ ആരാധിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതുകൈ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. വിശുദ്ധ പൗലോസ്ലീഹ റോമയിലെ സഭയ്ക്ക് എഴുതിയ കത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുകയാണ്: വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോടെ തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസാരമാണെന്ന് ഞാൻ കരുതുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ ഈ രാത്രിയിൽ നിങ്ങളോട് ഉറപ്പിച്ച് പറയുകയാണ്: നമ്മുടെ ദൈവം വലിയവനായ ദൈവമാണ്. ഹല്ലേലൂയ. അവിടത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല, അവിടത്തേക്ക് എല്ലാം സാധ്യമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് നമ്മളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ, പ്രതികൂലങ്ങളെല്ലാം ഒന്ന് കണ്ണുകൾ അടച്ചു പിടിച്ച് ഇപ്പോൾ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. അത് നമ്മൾ ചുമക്കുമ്പോൾ ഒത്തിരി ഭാരം അനുഭവപ്പെടും നമുക്ക്. ഹല്ലേലൂയ. മനുഷ്യൻ ജീവിതത്തിന്റെ ഭാരം ചുമക്കുമ്പോൾ മടുത്തുപോകും. എന്നാൽ ഈ ഭാരം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. അതുകൊണ്ട് ഈശോ ഇങ്ങനെ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എത്ര മനോഹരമായ ഒരു വാക്കാണത്, എത്ര മനോഹരമായ ഒരു വാക്കാണ്. എന്ത് വലിയ പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന ഒരു വാക്കാണ്. നമുക്ക് അവൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ശാന്തമായിരുന്ന പ്രിയ ദൈവമക്കളെ, ഈ രാത്രിയിൽ നീ എല്ലാം മറന്ന് ദൈവത്തെ ആരാധിക്കുവാൻ നിന്റെ ജീവിതത്തെ നീ ഒന്ന് എളിമപ്പെടുത്തുമ്പോൾ വലിയവനായ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. എളിമപ്പെടുന്ന ജീവിതങ്ങൾക്ക് ദൈവത്തെ ഉള്ളു തുറന്ന് ആരാധിക്കാൻ പറ്റൂ. എളിമപ്പെടുന്ന ജീവിതങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റൂ. എളിമപ്പെടുന്ന ജീവിതങ്ങൾക്ക് ദൈവാനുഗ്രഹം പ്രാപിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ നിമിഷം ഗായക സംഘത്തോടൊപ്പം നിസ്സാരമാണ്, എൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളെല്ലാം നിസ്സാരമാണ്, ആ വരികൾ പാടിക്കൊണ്ട് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ഭവനങ്ങളായിരിക്കുന്നിടങ്ങളിൽ വളരെ മനോഹരമായി കരങ്ങൾ ദിശുകൊണ്ട് ഗായക സംഘത്തോട് ചേർന്ന് പാട്ടിൻ്റെ ആ വരികളുടെ അർത്ഥം മനസ്സിലാക്കി നമുക്ക് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കാം. ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ഒരു അവസരമാകട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നിശ്ചയമായും പാടി നമുക്ക് ആരാധിക്കാം. കരങ്ങൾ അടിച്ചോട് പാടാം. സന്തോഷത്തോടെ പാടാം. വലിയ സ്വാതന്ത്ര്യത്തോടെ ഒരു ദൈവ പൈതലിന്റെ മനോഭാവത്തോടെ ഉള്ളിൽ നിറഞ്ഞ സന്തോഷത്തോടെ ആരാധിക്കാം. പ്രിയ ദൈവമക്കളെ, ഈ ആരാധന കഴിയുന്ന സമയത്ത് നിനക്കൊരു വിടുതൽ ഉറപ്പാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Sara
പരസ്പരം സ്നേഹിച്ച് പരസ്പരം പ്രോത്സാഹിപ്പിച്ച് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ശാലോം മുഴുവനും നിങ്ങളോടൊപ്പം നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ സംഭവിക്കും. പ്രത്യാശയോടെ പ്രതീക്ഷയോടെ സ്നേഹത്തോടെ നമുക്ക് ആരാധിക്കാം. ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. ദൈവമുയർത്തും നിന്നെ ദൈവമുയർത്തും. ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. ദൈവമുയർത്തും നിന്നെ ദൈവമുയർത്തും. ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. നിസ്സാരമാ നിസ്സാരമാ നീറും ദുഃഖങ്ങൾ. നിസ്സാരമാ 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 നീറും ദുഃഖങ്ങൾ. നിസ്സാരമാ. സന്തോഷത്തോടെ രണ്ട് വശങ്ങളിലേക്ക് കരമടിച്ചുകൊണ്ട് വലിയവനായ ദൈവത്തെ സർവശക്തിയോടെ ആരാധിക്കാം. പ്രഭാഷകന്റെ പുസ്തകം 43-ാം അധ്യായത്തിന്റെ 30-ാം തിരുവചനം, സർവശക്തിയോടുകൂടെ നീ കർത്താവിനെ ആരാധിക്കുക, തളർന്നു പോകരുത് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. മടുപ്പ് കൂടാതെ നമുക്ക് ആരാധിച്ചുകൊണ്ടിരിക്കാം. അത് പരസ്പരം നോക്കി സന്തോഷത്തോടെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സ്നേഹത്തോടെ നമുക്ക് പാടി ആരാധിക്കാം. മാറാരോഗങ്ങൾ നിന്നെ ഞെരുക്കുമ്പോഴും സൗഖ്യദായകൻ നിന്റെ ഒപ്പമില്ലയോ? ഒപ്പമില്ലയോ കുഞ്ഞേ, ഒപ്പമില്ലയോ? സൗഖ്യദായകൻ യേശു ഒപ്പമില്ലയോ? ഒപ്പമില്ലയോ കുഞ്ഞേ, ഒപ്പമില്ലയോ? സൗഖ്യദായകൻ യേശു ഒപ്പമില്ലയോ? നിസ്സാരമാ നിസ്സാരമാ നീറും ദുഃഖങ്ങൾ. നിസ്സാരമാ 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 നീറും ദുഃഖങ്ങൾ. നിസ്സാരമാ. നാളെ വരുന്ന മഹിമയുള്ള എന്നിൻ ദുഃഖങ്ങൾ. നിസ്സാരമാ. നാളെ വരുന്ന മഹിമയുള്ള എന്നിൻ ദുഃഖങ്ങൾ. നിസ്സാരമാ നിസ്സാരമാ ഹല്ലേലൂയ. നിസ്സാരമാ നീറും ദുഃഖങ്ങൾ. നിസ്സാരമാ 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 നീറും ദുഃഖങ്ങൾ. നിസ്സാരമാ. രണ്ട് കരം ഉയർത്തി പിടിച്ചുകൊണ്ട് ചേർന്ന് ആരാധിക്കട്ടെ. ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഓ യേശുവേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നപ്പ, ഞങ്ങളങ്ങയെ വാഴ്ത്തുന്ന പിതാവേ, പിതാവേ, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. മഹത്വം കർത്താവേ, മഹത്വം. ജീവിതത്തിന്റെ എല്ലാ കഷ്ടതകളെ ഓർത്ത് ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു കർത്താവേ. രോഗപീഠങ്ങളെ ഓർത്ത് ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു കർത്താവേ. ജീവിത തകർച്ചകളെ ഓർത്ത് ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു കർത്താവേ. കടഭാരങ്ങളെ ഓർത്ത് ഞങ്ങൾ വാഴ്ത്തുന്നു കർത്താവേ, മഹത്വപ്പെടുത്തുന്നു, അങ്ങയെ സ്തുതിക്കുന്നു. ജോലിയില്ലാത്ത അവസ്ഥയെ ഓർത്ത് ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. തകർന്ന ദാമ്പത്യ ജീവിതങ്ങളെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളുടെ ക്യാൻസർ രോഗത്തെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളുടെ ഹൃദയരോഗത്തെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് സ്തുതിക്കുന്നു കർത്താവേ. ആരാധന മഹത്വം യേശുവേ. ആരാധന ആരാധന
അവസ്ഥയോർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു കർത്താവേ. ഓരോ തകർച്ചകളെയും ഏറ്റുപറഞ്ഞ് കർത്താവേ, ഈ രാത്രിയിൽ കാരുണ്യവാനായ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നപ്പാ. എല്ലാവരും സ്തുതിക്കട്ടെ, എല്ലാവരും സ്തുതിയോട് ചേരട്ടെ. ലജ്ജിക്കരുത്. നിന്റെ ഭവനത്തിലിരുന്ന മക്കളോടൊപ്പം, ഭാര്യയോടൊപ്പം, ഭർത്താവിനോടൊപ്പം, കൂട്ടുകാരോടൊപ്പം നീ ദൈവത്തെ ആരാധിക്കാൻ നീ ലജ്ജിക്കരുത്. ദൈവം നിന്നെ ഉയർത്തുന്ന സമയമാണ്. ആരാധിക്കാൻ നമുക്ക് ആരാധിക്കുന്നപ്പാ, വാഴ്ത്തുന്നപ്പാ, പുകഴ്ത്തുന്നപ്പാ, മഹത്വപ്പെടുത്തുക കർത്താവേ. സ്തോത്രം 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 യേശുവേ. ആരാധന മഹത്വം കർത്താവേ, മഹത്വം ആരാധന ദൈവമേ. ആരാധിക്കുന്നു ഞങ്ങൾ, വാഴ്ത്തുന്നു ഞങ്ങൾ. അങ്ങയുടെ സ്നേഹം എൻ്റെ ഹൃദയങ്ങളിൽ നിറയുന്നതിനെ ഓർത്ത് ആരാധിക്കുന്നു. അതേ പിതാവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് വലിയ സ്നേഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നപ്പാ. ഗ്ലോറി, മഹത്വം. അങ്ങ് പരിശുദ്ധനായ അങ്ങയെ വാഴ്ത്തുന്നു. മലാഹമാരോട് ചേർന്ന് ആരാധിക്കുന്നു. അതേ കർത്താവേ, സ്വർഗീയ വിശുദ്ധരോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ അപ്പാ. മഹത്വം കർത്താവേ, മഹത്വം. ഹൃദയം കൊടുക്കാം, മനസ്സ് കൊടുക്കാം, ജീവിതം കൊടുക്കാം, ആരോഗ്യം കൊടുത്ത് ആരാധിക്കാം, കഴിവുകൾ കൊടുത്ത് ആരാധിക്കാം. അവിടുന്ന് നമ്മുടെ സ്തുതികളിൽ സംപ്രീതന. ഓ ജീസസ്, ഹല്ലേലൂയ. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കുരിശിൽ മരിച്ചതിനെ ഓർത്ത് നന്ദി പറയും. ഞങ്ങളെ വിടുവിക്കുന്നതിനായി അങ്ങ് മരിച്ചതിനെ ഓർത്ത് നന്ദി പറയും. ഞങ്ങളെ സ്വതന്ത്രമാക്കുന്നതിനായി അങ്ങ് കാൽവരി കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്തതിനെ ഓർത്ത് നന്ദി പറയും. Glory Jesus. യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. മഹത്വം, മഹത്വം കർത്താവേ, മഹത്വം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28 നാം ഇപ്രകാരം ദൈവത്തിന്റെ വചനം കാണുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്ക് സകലതും നന്മയ്ക്കായി പരിണമിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്ക് സകലതും അവിടുന്ന് നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ദൈവമറിയാതൊന്നും സംഭവിക്കുന്നില്ല. സകലതും സകലതും ദൈവമറിയുന്നു. സകലതും ദൈവമറിയുന്നു. എല്ലാം അവിടുന്ന് നന്മയ്ക്കായി പരിണമിപ്പിക്കും. എല്ലാം നന്മയായി വരും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നന്മ മാത്രമേ, നന്മയല്ലാതൊന്നുമേ നീ ചെയ്യുകയില്ല. എന്തു ഭാവിച്ചെന്നാലും എന്തു സഹിച്ചെന്നാലും എല്ലാം യേശുവേ നന്മയ്ക്കായിട്ടുള്ളൂ. ദൈവം സന്ദർശിക്കാൻ പോവുകയാണ്. നമ്മുടെ കാര്യങ്ങൾ നമുക്ക് പരസ്പരം ഒന്ന് കോർത്തു പിടിക്കാം. ഭവനത്തിലായിരിക്കുന്ന അപ്പച്ച, ഈ സമയം ഈ സ്തുതി ആരാധനയിൽ താങ്കൾ പങ്കുകൊള്ളുമ്പോൾ ജീവിത പങ്കാളിയുടെ കരത്തിൽ നമുക്ക് മുറുകെ പിടിക്കാം. മക്കളുടെ കരത്തിൽ മുറുകെ പിടിക്കാം. സ്വർഗത്തിലെ ദൈവം ഈ കൂട്ടായ്മയിലേക്ക് ഇറങ്ങി വരിക. സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കാം. സകലതും അനുഗ്രഹമായി പരിണമിപ്പിക്കാൻ. നന്മയല്ല ഒന്നും എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് അനുവദിക്കുകയില്ല. അവിടുന്ന് എൻ്റെ പ്രാണനാഥനാണ്, എൻ്റെ ആത്മസഹിയ. ചേർന്ന് നമുക്ക് ഗായക സംഘത്തോടൊപ്പം ആ വരികൾ പാടി ആരാധിക്കാം. കോർത്ത് പിടിച്ച കരങ്ങളിൽ ചെറിയൊരാട്ടത്തോടുകൂടി, ഒരു ചെറിയ ഈണത്തോടുകൂടി നമുക്ക്
പാടിക്കൊണ്ട് ദൈവത്തെ ആരാധിക്കാം. മാത്രമേ നന്മ മാത്രമേ നന്മയല്ലാതൊന്നുമേ നീ ചെയ്യുകയില്ല. എന്തു ഭവിച്ചെന്നാലും എന്തു സഹിച്ചെന്നാലും എല്ലാമേ യേശുവേ നന്മയ്ക്കായിട്ടുള്ളൂ. തുറന്ന് സ്നേഹിക്കാം. കരങ്ങൾ രണ്ട് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് എത്രമാത്രം എളിമപ്പെടാമോ അത്രമാത്രം എളിമപ്പെട്ടുകൊണ്ട് എൻ്റെ പ്രിയരെ, ദൈവം എത്ര അനന്തമായ കാരുണ്യമാണ് നമ്മോട് കാണിക്കുന്നത്. നാം എന്തെല്ലാം ചെയ്താലും സ്നേഹിക്കുക മാത്രം ചെയ്യുന്നൊരു ദൈവം. ആ ദൈവത്തെ നമുക്ക് പ്രതിസ്നേഹം കൊടുത്ത് ഉള്ളു തുറന്ന് സ്നേഹിച്ചുകൊണ്ട് ആരാധിക്കാം. തന്നെ സ്നേഹിക്കുന്നവർ ദാസന് ഇതെല്ലാം നന്മയ്ക്കായി പ്രലോഭിക്കുന്നു. വിശ്വാസത്തോടെ വരികൾ പാടി ആരാധിക്കാം. ഉള്ളു തുറന്ന് സ്നേഹിച്ചുകൊണ്ട് പാടാം. ും
ദൈവത്തെ ജീവിതങ്ങളെ ഉയർത്താൻ ദൈവത്തിന് കഴിയും. പ്രിയപ്പെട്ടവരെ, ലൂക്കാ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 19 മുതൽ നാം ഇങ്ങനെ ധനവാനായ ലാസറിനെയും നമ്മൾ കണ്ടുമുട്ടുന്നു. ഒരാൾ അബ്രഹാമിന്റെ വഴിയിൽ ഭൂമിയിൽ കഷ്ടത അനുഭവിച്ചെങ്കിലും സന്തോഷവാനായി ജീവിക്കുക, മറ്റേയാൾ മരിച്ച് നരകത്തിൽ കഷ്ടത അനുഭവിക്കുക. ഭൂമിയിലെ അനുഗ്രഹത്തിൽ മതിമറന്ന് ജീവിച്ചിരുന്ന മനുഷ്യൻ നിത്യനരകാഗ്നിയിൽ കഷ്ടതയിലേക്ക് പതിക്കുകയാണ്. എന്നാൽ ഈ ഭൂമിയിൽ കഷ്ടത അനുഭവിച്ച ലാസർ അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നമ്മെ ഉയർത്താൻ പറ്റും. ദൈവത്തിന് നമ്മെ ഉയർത്താൻ പറ്റും. നാം ചിന്തിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും ഉപരിയായി നമ്മുടെ ദൈവത്തിന് നമ്മെ ഉയർത്താൻ പറ്റും. ചേർന്ന് നിൽക്കാം, ഹൃദയം കൊണ്ട് അവനെ മുട്ടിയുരുമി നൽകാം. പിരിഞ്ഞു പോകാനാവാത്തൊരു സ്നേഹത്തിന്റെ ഉടമയായി കർത്താവിനോട് നീ ഏറ്റവും ചേർന്ന് മുട്ടി ഉരുമി നിൽക്കുക. ഹൃദയം ചേർന്ന് വശം ആരാധിച്ചുകൊണ്ടിരിക്കാം. സങ്കടങ്ങളെല്ലാം പകർന്നു കൊടുത്തുകൊണ്ട് ആരാധിച്ചുകൊണ്ടിരിക്കാം. കണ്ണുനീരുകൾ കൊടുത്തുകൊണ്ട് ആരാധിച്ചുകൊണ്ടിരിക്കാം. വേദനകൾ പകർന്നുകൊണ്ട് ആരാധിച്ചുകൊണ്ടിരിക്കാം. നമ്മുടെ ദൈവം എല്ലാം മറന്ന് നമ്മെ സ്നേഹിക്കുന്നു. യേശുവേ, അപ്പാ നന്ദി. എന്റെ അപ്പാ, എനിക്ക് വേണ്ടി മരിച്ച എന്റെ നാഥനേ, എന്റെ ഗുരുവേ, നന്ദി കർത്താവേ, സ്തുതി കർത്താവേ, സ്തോത്രം അപ്പാ, മഹത്വം ദോഷം മാത്രമേ ഈ ലോകം തരൂ, ദോഷമായിട്ടൊന്നും പ്രിയൻ ചെയ്യുകയില്ല. എന്റെ യേശുവേ, എന്റെ പ്രാണനെ നന്മ ചെയ്യാൻ എനിക്കും നീ കൃപ നൽകണേ.
അങ്ങേ സാന്നിധ്യത്തിനായി ആരാധന. ഓ മഹത്വം 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 മഹത്വം. Mighty power, mighty power. ദൈവശക്തി വ്യാപരിക്കട്ടെ കുടുംബങ്ങളിലേക്ക്. ഈ ആരാധന സമയത്ത് അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. സ്വലമയത്തെ ആരാധിക്കാം. രണ്ട് കരവും സ്വലമയത്തെ ആരാധിക്കാം. മഹതം മഹതം പോരാ സ്വലമയത്തെ ആരാധിക്കാം. യേശുവേ എന്ന് വിളിച്ചാരാധിക്കാം. യേശുവേ എന്ന് വിളിച്ചാരാധിക്കാം. യേശുവേ യേശുവേ വിടുതലിന്റെ രൂപം വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കട്ടെ. നന്ദി പറയുന്നു. നിങ്ങളെ കാക്കുന്ന സ്നേഹത്തിനാ, കരുതുന്ന സ്നേഹത്തിനാ, ആനന്ദം പകരുന്ന സ്നേഹത്തിനാ നന്ദി കർത്താവേ. നന്ദി. മഹത്വം കർത്താവേ. എന്റെ ആശയേലി ഒന്നു മാത്രമേ. നന്മ മാത്രം അവൻ എനിക്ക് തരുന്നു. എൻ്റെ ആത്മസഹി എന്നോടുള്ള അഗാധമായ സ്നേഹത്തെ പ്രതി, പ്രേമത്തെ പ്രതി എനിക്ക് വേണ്ടി കാൽവരി കുരിശിൽ അവസാനത്തുള്ളി രക്തം വരെ ചിന്തി മരണം ഭരിച്ച് ഉദ്ധാനം ചെയ്ത് എന്നോടൊപ്പം സഹവസിക്കാൻ അതിയായി ആഗ്രഹിക്കുന്ന എൻ്റെ നല്ല ഗുരുവേ യേശുവേ, നന്ദി നന്ദി കർത്താവേ. മഹത്വം മഹത്വം. ജീവിതകാലം മുഴുവൻ എന്ത് വന്നാൽ, എന്തെല്ലാം സഹിക്കേണ്ടി വന്നാൽ അങ്ങയോടൊത്ത് ആത്മസഹി അങ്ങയോട് ചേർന്ന് നിൽക്കാൻ കൃപാവരം തരുന്നതിനെ ഓർത്ത് നന്ദി പറയാം. നന്ദി നന്ദി നന്ദി. Praise the Lord. Hallelujah. സന്തോഷത്തോടെ ഹാലലുയ ഹാലലുയ ഹാലലുയ.